ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ മറക്കരുതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ അടിച്ചിട്ട് കാണാവുള്ളേ, കാരണം നമുക്ക് റെക്കമെൻഡേഷൻ ലിസ്റ്റ് കയറി പോകണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ അനീനെ കാണാതെ പോയിരിക്കുകയാണ്. അനി ഒരു ട്രെയിൻ പാളത്തിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അനി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നു. വളരെ ആകാംക്ഷപൂർവ്വമായിട്ട് നമ്മൾ നോക്കി കാണുന്നു. അപ്പോഴത്തേക്ക് ഈ കൂട്ടുകാരന്മാരുണ്ടല്ലോ, അനിയുടെ കൂട്ടുകാരന്മാരും അതിലെ ഇതിലേക്ക് നടന്ന് തപ്പുന്നുണ്ട്. നമ്മുടെ നന്ദു ഈ അനിയെ തേടി ഇറങ്ങിയതാണെന്ന് സത്യം പറഞ്ഞാൽ കനകയ്ക്കോ ഗോവിന്ദനോ നയനയ്ക്കോ ആദർശനോ ഒന്നും അറിയില്ല. നമ്മുടെ നന്ദു തേടി ഇറങ്ങിയിരിക്കുന്നത് അനിയെ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ്. മറ്റേ CI കാരണം സത്യം പറഞ്ഞ ഇപ്പം നന്ദുവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് പോലീസുകാരെയും കൂട്ടി അനിയനെ തപ്പി ഇറങ്ങായിരുന്നു. ഇതിപ്പം വല്ലാത്തൊരു ഗുലുമാലിൽ പെട്ടിരിക്കുന്നതാണ് നന്ദു. അതൊന്നും അറിയാതെ അനിയാണെങ്കിൽ ഇപ്പം ട്രെയിനിൽ ചാടാൻ വേണ്ടി പോവുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരന്മാര് ഇവരോടൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല, കണ്ടിട്ടില്ലെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇതിനിടയ്ക്ക് നയനയെ ആദർശിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ നയനും ആദർശും നോക്കി നടക്കുകയാണല്ലോ. വഴി സൈഡിലൊക്കെ പോകുന്നു, ഓട്ടോ സ്റ്റാൻഡിൽ പോകുന്നു, ബസ് സ്റ്റാൻഡിൽ പോകുന്നു. അങ്ങനെ പലയിടങ്ങളിലും പോയി തപ്പി നടക്കുകയാണ്. അവർക്ക് ആർക്കും അനി എവിടെയാണെന്ന് അറിയാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ അനിയുടെ രണ്ട് കൂട്ടുകാരന്മാര് നേരെ നയനെ ആദർശിനെ വിളിക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. അത് അവൻ പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ മാക്സിമം ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായി തീരുന്നൊന്നും അറിയത്തില്ല. ഏതായാലും പേടിക്കൊന്നും വേണ്ടാന്ന് പറയാം. അപ്പൊ നന്ദുവിനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ, നന്ദു എവിടെയാന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇവന്മാർക്ക് അറിയാട്ടോ നന്ദു നമ്മുടെ അനിയെ തപ്പി തേടി ഇറങ്ങിയിരിക്കുകയാണെന്ന്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ നന്ദുവിനെ ആട്ടോ കാണിക്കുന്നത്. നന്ദു ആണെങ്കിൽ സ്കൂട്ടി ആയിട്ട് അവിടെയും ഇവിടെയും ഒക്കെ തിരയുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ നന്ദു അവിടെ ഇവിടെയും തിരയുമ്പോൾ തന്നെ റോഡ് സൈഡിൽ നിൽക്കുന്ന എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ഇയാളെ കണ്ടായിരുന്നോ എന്ന്. പക്ഷെ നന്ദുവിന് പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക്. അപ്പൊ നന്ദുവിന് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ എടുത്തത് നന്ദു അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പം എന്തോ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നമ്മുടെ നന്ദുവിന് കിട്ടി. അതുകൊണ്ടാണ് നന്ദു അന്തം വിട്ട് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ തിരിച്ചങ്ങ് വിടുകയാണ്. അപ്പൊ എവിടെയോ അനി ഉണ്ട് എന്ന് നന്ദുവിന് മനസ്സിലായിട്ടുണ്ട്. ആരോ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. നന്ദു വെപ്രാളപ്പെട്ട് പോയി ഒരു ബൈക്കുകാരന്റെ മുമ്പിൽ ചാടുന്നു. അവിടെ നിന്ന് സോറിയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും പോവുകയാണ്. അപ്പൊ ഈ സമയത്ത് അനി ട്രെയിൻ പാളത്തിന്റെ അടുത്തേക്ക് അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുക. ജീവൻ അവസാനിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അനിയെ. അപ്പം അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ നന്ദു ചെല്ലണമല്ലോ. അതാണല്ലോ കഥ. അങ്ങനെയാണെങ്കിലല്ലേ ഒരു കഥയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ നന്ദു ആ ഒരു ട്രെയിൻ പാളത്തിന്റെ അടുത്തേക്ക് എത്താറായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ട്രെയിൻ അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ അനി ട്രെയിനിന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നന്ദു ഓടി വരുന്നു. അനീ എന്നൊരു വിളിക്കുന്നു. അനി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു. പക്ഷേ അനി നിൽക്കുന്നില്ല. അനി നന്ദുവിനെ കണ്ടത് ഒരു ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തപ്പോ അനി എടാ നിക്കടാ അവിടെ, എടാ അനി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നന്ദുവും പുറകെ ഓടുകയാണ്. പുറകെ ഓടിയിട്ട് എടാ നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണല്ലേടാ എന്ന് ചോദിച്ചതും ആ വാക്ക് കേട്ടതും എന്തോ വല്ലാത്തൊരു ഫീലിങ്സ് ആയിപ്പോയി നമ്മുടെ അനിക്ക്. അനി പെട്ടെന്ന് സ്റ്റക്ക് എന്ന് പറഞ്ഞ് അവിടെ അനി നിന്നിട്ട് പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ഓടി വന്നിട്ട് എന്താടാ നീ കാണിച്ചത്, നീ എന്തിനാടാ ഈ പണി ചെയ്തത് എന്നും പറഞ്ഞ് നമ്മുടെ നന്ദു കൊടുത്തു കേട്ടോ. എന്നിട്ട് നിന്നോട് ആരാടാ പറഞ്ഞു ഒറ്റയ്ക്ക് പോകാനായിട്ട്, നിനക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നിനക്ക് എന്നെയും കൂടെ കൊണ്ടുപോകത്തില്ലായിരുന്നു, എന്നെ ഇവിടെ നീ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാടാ ശരിയാകുന്നത് എന്നിങ്ങനെ ചോദിച്ചതും അത് പിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും എല്ലാവരും തള്ളി പറഞ്ഞപ്പോഴും നീയും കൂടെ തള്ളി പറഞ്ഞപ്പം അതെനിക്ക് താങ്ങാൻ ഒരിക്കലും അതിനുള്ളൊരു ശേഷി എനിക്കില്ലായിരുന്നു. പിന്നെ ആ CA ആയിട്ടുള്ള നിന്റെ വിവാഹാലോചന അത് എന്നെ ഏറെ വേദനിപ്പിച്ചു. ഇനി എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ തള്ളി പറയാ, ആരും എന്റെ മനസ്സ് കാണാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കിനി ജീവിച്ചിരിക്കണ്ട എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. ഈ ഭൂമിക്ക് ഞാനൊരു ഭാരമാണ്, എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ഭാരമാണ്, നിനക്ക് ഞാനൊരു ഭാരമാണ്. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ അനിക്കൊട്ടൊരു അടി കൊടുത്തു കേട്ടോ നന്ദു. എന്നിട്ട് പറഞ്ഞു, ഇനി നീ മിണ്ടി പോകരുത്, നിനക്കങ്ങനെ ചാകണമെന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ കൊണ്ടൊക്കെ, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നിന്നെ ഞാൻ വിടത്തില്ല, നിനക്കറിയാമോ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടാ. അപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് സന്തോഷമാവാണ് കേട്ടോ. കാരണം നന്ദുവിന്റെ വായി നീ വാക്കുകളൊന്നും ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ നന്ദു കയറി അനിയെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് ഭയങ്കര കരച്ചിലാണ്. ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര ടെൻഷൻ. കാരണം ഇവര് അനിയോട് അതും ഇതുമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അത് കാരണമാണല്ലോ സത്യം പറഞ്ഞ അനി ഇപ്പം പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനിലാണ് കനക പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ ഗോവിന്ദേട്ടാന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നു, നമ്മൾ എന്ത് പറഞ്ഞത്, നമ്മൾ വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ പറയാനുള്ള കാര്യം പറഞ്ഞു. ഒരിക്കലും അവരുടെ വീട്ടിലേക്ക് നമുക്ക് നമ്മുടെ മകളെ പറഞ്ഞയക്കാനായിട്ട് സാധിക്കില്ല.
മാത്രമല്ല നയനയും നവ്യൊന്നും അതിന് സമ്മതിക്കത്തുമില്ല. പിന്നെ നമ്മൾ പറയേണ്ട കാര്യം മുഖത്ത് നോക്കി പറയാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? അല്ല, നന്ദു എവിടെ പോയതായിരിക്കുന്ന എനിക്കിപ്പോ അറിയത്തില്ലാത്തത്. അല്ല ഗോവിന്ദേട്ടാ, നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ പോലീസ് സ്റ്റേഷനിലേക്ക്? അവള് പോലീസ് സ്റ്റേഷനിലേക്ക് പോയെന്നല്ലേ പറഞ്ഞത്? പോലീസ് സ്റ്റേഷനിലേക്ക് പോയെന്ന് പറഞ്ഞാലും അവൾ അവിടെ ചെന്നില്ലെങ്കിൽ ദേ നമ്മുടെ മരുമകനാകാൻ പോകുന്ന ആളാ CI. അപ്പൊ വിളിച്ചിട്ട് നന്ദുവിനെ കാണുന്നില്ല എന്ന് പറയുമ്പം അയാൾക്ക് വേറെ സംശയങ്ങളൊക്കെ ഉണ്ടാകും. അതിനെന്തിനാ നമ്മൾ വഴിയൊരുക്കി കൊടുക്കുന്നത്? അതുകൊണ്ട് വേണ്ട, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണ്ട. ആ, അതും ശരിയാ, നല്ലൊരു പയ്യനല്ലേ CI. അവനുമായിട്ടുള്ള വിവാഹം നടക്കുകയാണെങ്കിൽ എന്റെ നന്ദുവിന് സന്തോഷമായിരിക്കും. അവളുടെ ജീവിതം സേഫാ. പിന്നെ നമുക്ക് പേടിക്കാനില്ല. എത്രയും പെട്ടെന്ന് ആ വിവാഹം നടത്തണം. അതെ, ആ വിവാഹം നടത്തണം. അവക്ക് ആ വിവാഹത്തിനോട് താല്പര്യമില്ലെന്ന് അറിയാം കനകെ, പക്ഷെ നമുക്കതെങ്ങനെയെങ്കിലും നടത്തിയല്ലേ പറ്റത്തുള്ളൂ എന്ന് തന്നെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എന്നാലും ഇടയ്ക്ക് ഗോവിന്ദനും ഒരു വലിയൊരു പ്രശ്നമാണ്. ഇനി എന്തെങ്കിലും അനി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോവിന്ദനും കനയ്ക്കും അത് വലിയൊരു വിഷമമായിട്ട് എന്നും മനസ്സിൽ കിടക്കൂലോ. കാരണം അറിയാലോ, ഗോവിന്ദനും അനിയും കൂടെ ഗോവിന്ദനും കനകയും കൂടെ പറഞ്ഞിട്ടാണല്ലോ അനി പോയിരിക്കുന്നത്. അതായത് അവരുടെ ആ കുത്തുവാക്കുകൾ സഹിക്കാൻ പറ്റാതെ നന്ദുവിനെ കെട്ടിച്ച് തരില്ല എന്ന് ഉറപ്പ് പറഞ്ഞതോടുകൂടിയാണല്ലോ പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു വിഷമം ഏതായാലും കാണൂലോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദുവും അനിയും കൂടെ ഒരു പാറപ്പുറത്തിരുന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ. രണ്ടുപേരും ഇച്ചിരി റൊമാൻസിലൊക്കെയാണ് ഉള്ളത്. അങ്ങനെ അനി പറയാണ്, ഇനി ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പം, അല്ലെങ്കിലും ആ CI ആയിട്ടുള്ള ബന്ധം അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇനി അത് ഒരിക്കലും പോസിബിൾ ആയ കാര്യമല്ല. പറഞ്ഞല്ലോ, എല്ലായിടത്തു നിന്നും നമുക്ക് പ്രശ്നം വരും. എൻ്റെ വീട്ടിൽ നിന്ന്, അതുപോലെ തന്നെ അനന്തപുരി തറവാട്ടിൽ നിന്ന്, അങ്ങനെ എല്ലാ സകല സ്ഥലത്തു നിന്നും നമുക്ക് പ്രശ്നം വരാനും നമുക്ക് പ്രഷർ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തിരിക്കാം. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനി, നിന്നെ വിട്ടു പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതെന്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ആരാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും അനിയെ ഞാൻ ഇനി ഒരിക്കലും കൈവിടില്ല. കാരണം ഇനി എനിക്ക് അധിക നാള് ഇങ്ങനെ പോകാനായിട്ട് സാധിക്കില്ല. നിന്നോട് എനിക്ക് പ്രണയം തുടങ്ങിയത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ എന്നോട് പ്രണയം പറഞ്ഞില്ലേ? ആ ദിവസം തന്നെ എനിക്ക് നിന്നോട് പ്രണയം തുടങ്ങിയിരുന്നു. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ വേറെ ആരും ഉണ്ടായിട്ടുമില്ല. ഞാൻ അങ്ങനെ പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാത്തൊരു ആളായിരുന്നു. പക്ഷെ നീ വന്ന് അത് മാറ്റിയെടുത്തത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനിയും പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലും ആദ്യമായിട്ട് പ്രണയം തോന്നിയത് നിന്നോട് തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ്, എൻ്റെ മനസ്സിൽ എന്തോ നിന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ ആണെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കുറച്ച് സീന്. എന്നിട്ട് നന്ദു ഉറച്ച വിശ്വാസത്തോടു കൂടി ഇപ്പൊ തന്നെ പറയാണ്, ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല. ജീവിക്കുകയാണെങ്കിൽ ഒരുമിച്ച്, മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച്. ജീവിക്കാൻ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിക്കാമെന്ന തീരുമാനം തന്നെ എടുക്കുന്നു. പിന്നെ CIയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങേര് ഒരു എന്താ പറയുക, ഒരു കോഴിത്തരം കാണിക്കുന്ന ഒരു CI ആണ്. എനിക്ക് പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് ഒരിക്കലും ഇഷ്ടമായിട്ടില്ല. പുള്ളി ധൈര്യപൂർവ്വം വന്ന് എൻ്റെ വീട്ടിൽ പെണ്ണ് ചോദിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്. ഇതുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി 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 സന്തോഷമായി. ഇനിയിപ്പം നമ്മുടെ അനിജാകാനൊന്നും പോവില്ല. ഇതിനിടയിൽ നന്ദു പറയാണ്, നമുക്കിങ്ങനെ പ്രണയിച്ച് ഒരു 2-3 വർഷമൊക്കെ നമുക്കിങ്ങനെ പോയിട്ട് നമുക്ക് പതിയെ വിവാഹം കഴിച്ചാൽ പോരെ എന്ന് പറയുമ്പോഴത്തേക്കും അതെങ്ങനെയാ ശരിയാവുന്നത്? നിനക്കിപ്പം വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുകയല്ലേ? നിന്നെ ഇപ്പം വിവാഹം കഴിക്കാനായിട്ട് ക്യൂ ആയിട്ട് ആൾക്കാർ നിൽക്കുന്നത്. അതിനിടയിൽ 2-3 വർഷം വരെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറ്റുന്നേ. ഞാൻ വിചാരിക്കാതെ ആരും എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ നമ്മുടെ നന്ദു പറയാണ്. അങ്ങനെ നമ്മുടെ അനി പറയുന്നുണ്ട്, ആരുടെയും മുമ്പിൽ കീഴടങ്ങാത്ത നീ എന്റെ മുമ്പിൽ എങ്ങനെയാ കീഴടങ്ങിയെന്ന് എനിക്കറിയില്ല. അതെനിക്കറിയില്ല ആനി. സത്യമായിട്ടും എന്തോ ഒരു ബന്ധം, എന്തോ ഒരു മുൻജന്മ ബന്ധം നമ്മൾ തമ്മിലുണ്ട്. അത് ഉറപ്പായ കാര്യമാണ്. അത് ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ഇത്രയൊക്കെ പ്രശ്നം വന്നിട്ടും, ഞാനൊരു വിവാഹം കഴിച്ചിട്ടും ഇപ്പൊ നമ്മൾ ഒന്നിക്കാൻ പോകുന്നത്. സ്നേഹിക്കുന്ന പെണ്ണ് അവളെ ഇഷ്ടപ്പെടുന്ന ആളിന്റെ മുഖത്ത് നോക്കി നീയാണ് എൻ്റെ ആളെന്നും വേറെ ആരും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിശ്വാസമാണ്. ഇപ്പൊ ആ ഒരു വിശ്വാസം എനിക്ക് നിന്നോട്. അപ്പം നന്ദുവും പറയാ, ഇനി നിന്നെ വിട്ട് ഒരിക്കലും എനിക്ക് വേറൊരു ജീവിതമില്ല. ഞാൻ വേറെ ജീവിക്കാൻ പോവില്ല. നീ ഇനി എൻ്റെ കൂടെ എന്നും നീ എൻ്റെ മരണം വരെ കാണണം, അതാ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവർ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതുവരെ റൊമാൻസ് തീരുന്നില്ല കേട്ടോ. കുറേ നേരം തീരുന്നവരെ ഇത് തന്നെയാട്ടോ സംഭവം. കാരണം നമ്മുടെ അനിയുടെയും നന്ദുവിന്റെ ആ ഒരു സീൻ തന്നെയാണ്. അവർ ഓരോ കാര്യങ്ങൾ പറയുന്നു, കെട്ടിപ്പിടിച്ചിരിക്കുന്നു, അവരുടെ സന്തോഷ നിമിഷങ്ങളാണ് കാണിക്കുന്നത്. ഇതിനിടയിലാണെങ്കിലോ അവിടെ പ്രണയം നടക്കുകയാണ് തകർത്ത്. ആ സമയത്ത് നയനയും ആദർശും കൂടെ അനിയെ കാണുന്നില്ലല്ലോ, തപ്പി തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പം അവരുടെ ആ മുഖത്തെ ടെൻഷനൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് പറഞ്ഞു, നമ്മൾ അന്വേഷിക്കാത്തിടത്തൊക്കെ അന്വേഷിച്ചല്ലോ, ഒരു വിവരവും ഇല്ലല്ലോ. നീ നന്ദുവിനെ വിളിച്ച് വിവരം പറ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണം വരട്ടെ, അല്ലാതെ ഇനി യാതൊരു മാർഗവും ഇല്ല. എന്നാ പിന്നെ ശരി ആദർശേട്ടൻ, ഞാൻ അവളെ വിളിക്കണം എന്ന് തന്നെ ഓർത്തിരിക്കായിരുന്നു, എന്നാ പിന്നെ വിളിച്ചേക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ വിളിക്കുകയാണ് കേട്ടോ നന്ദുവിനെ. അപ്പൊ പെട്ടെന്ന് ഫോൺ കോൾ വന്നു. നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ആരുമല്ല, നമ്മുടെ നയനയാ. അപ്പോഴത്തേക്കും അനി പറഞ്ഞു, വേണ്ട, ഫോൺ കോൾ എടുക്കണ്ട. അയ്യോ, ചേച്ചിയാ വിളിക്കുന്നത്, എങ്ങനെയാ എടുക്കാതിരിക്കുന്നത്? നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കായിരുന്നു. അതെ, ഞാൻ ഫോൺ കോൾ എടുക്കട്ടെ. അതെ ചേച്ചി, എന്താ ചേച്ചി?
നീ എവിടെയാ? വീട്ടിലാണോ? അല്ല, ഞാൻ പുറത്താ. പുറത്തെന്ന് വെച്ചാല് നീ എവിടെയാ? അത് പിന്നെ ഞാൻ സ്റ്റേഷനിലാ. അതെ, നീ വിഘ്നേഷും ഭാഗ്യേഷൊക്കെ ആയിട്ട് സംസാരിച്ചായിരുന്നോ? ആ, ഞാൻ സംസാരിച്ചായിരുന്നു. ആ, എന്താ ചേച്ചി? അനിയെ കാണാത്ത കാര്യല്ലേ? അത് ഞാന് അറിഞ്ഞായിരുന്നു. ഞാനും അന്വേഷിച്ചുകൊണ്ട് തന്നെയാ ഇപ്പൊ ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയേ പറ്റൂ മോളെ. ഞങ്ങൾ എല്ലാവരും ടെൻഷനില്ല. അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കുക അവനെ. കുറെ നേരമായി അവനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. അവൻ പോകാൻ ചാൻസ് ഉള്ള എല്ലാ സ്ഥലത്തും പോയി. ഇതുവരെ ഒന്നും അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ആ ചേച്ചി, ഞാൻ അന്വേഷിച്ചോളാം. വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ അറിയിക്കാം. ഇപ്പൊ ചേച്ചി വെച്ചോ, ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് ഫോൺ കോൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ നന്ദു പറയാ, ദേ അനി, അവരെല്ലാവരും നിന്നെ കാണാതെ വിഷമിക്കുക. വാ, നമുക്ക് പോകാം. ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. വേണ്ട നന്ദു, കുറച്ചു നേരം കൂടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം, എന്നിട്ട് നമുക്ക് പോയാ പോരെ? എന്താടാ ഇത്, നമുക്ക് പോകാം. പെട്ടെന്നൊന്നും പോകണ്ട നന്ദു. പറ്റില്ല, പെട്ടെന്ന് പോയേ പറ്റൂ. അവിടെയുള്ള എല്ലാവരും ടെൻഷൻ അടിക്കുകയാണെന്ന്. അല്ല, കുറച്ചു നേരം കൂടെ നമുക്ക് ഇവിടെ ഇരിക്കത്തില്ലേ? അത് പറ്റില്ല, എനിക്ക് ടെൻഷൻ ആകുക. നമുക്ക് പോയാലോ? അപ്പോഴത്തേക്ക് അനി വീണ്ടും നമ്മുടെ നന്ദുവിനെ ചേർത്ത് പിടിച്ച് അവിടെ ഇരുത്താണ് കേട്ടോ. എനിക്ക് അവിടുന്ന് പോകാനേ തോന്നുന്നില്ല. അപ്പൊ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, എനിക്ക് ഈ രാത്രി മുഴുവൻ ഇവിടെ ഇരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. അച്ഛനൊരു അറ്റാക്കൊക്കെ കഴിഞ്ഞതാ. പിന്നെ അനന്തപുരി തറവാട്ടിലും പ്രശ്നം വഷളാണ്. അതിന് നീയല്ലല്ലോ, ഞാനല്ലേ മിസ്സിങ് ആയത്. നീ എന്തിനാ പിന്നെ പേടിക്കുന്നത്? എന്റെ പൊന്നനി, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആ, എങ്കിൽ പിന്നെ ഞാൻ കൂടുതൽ നിന്നെ വിഷമിപ്പിക്കുന്നില്ല. ബാ, നമുക്ക് പോകാന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകാൻ തുടങ്ങാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ആദർശും നയനിയും കൂടി വീണ്ടും അന്വേഷിച്ചൊക്കെ നടക്കുകയാണല്ലോ. അങ്ങനെ ഇവരവിടുന്ന് പോന്ന് ഇങ്ങനെ ബൈക്കിന് ഇങ്ങനെ പോരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നയനയും ആദർശം ഇവരുടെ പുറകെ ആട്ടോ പോകുന്നത്. അത് നയനയും ആദർശം അറിഞ്ഞില്ല, അവരും അറിഞ്ഞില്ല. പെട്ടെന്ന് നോക്കിയപ്പോ അനിയുടെ ഒരു ബൈക്ക് ഫ്രണ്ടിൽ പോവാ. ആഹാ, അത് കൊള്ളാലോ. ദേ എടീന്നല്ല നയനെ, ദേ പോകുന്നത് അനിയുടെ ബൈക്കല്ലേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ശരിയാണല്ലോ, അനിയുടെ ബൈക്കാണല്ലോ. കൂടെ വേറെ ആരോ രണ്ടുപേരോ ഉണ്ടല്ലോ, ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ നയനിയും കൂടി പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് കയറാൻ നോക്കുകയാണ്. അപ്പൊ ഓവർടേക്ക് ചെയ്ത് കയറി കഴിഞ്ഞു. പെട്ടെന്ന് ക്രോസ് കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വണ്ടി നിർത്തി. എടാ അനി, നീ ഇത്രയും നേരം എവിടെ ആയിരുന്നടാന്ന് ചോദിച്ചിറങ്ങി. ഇത് നിന്റെ ആരാ നിന്റെ കൂട്ടത്തിലുള്ളതെന്ന് ചോദിച്ചതും ഹെൽമറ്റ് അങ്ങ് പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു ഞെട്ടിപ്പോയില്ലേ. ഇവര് എങ്ങനെ ഞെട്ടാതിരിക്കുമല്ലേ? ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനിയിപ്പോ നമ്മുടെ നന്ദുവിനിട്ട് കിട്ടുവോ, അനിക്കിട്ട് കിട്ടുവോ, ഇനി എന്തായി തീരുവോ, അതോ ഇനിയിപ്പോ ഇവര് രണ്ടുപേരും കൂടി ഇവരെ സപ്പോർട്ട് ചെയ്യുവോ, ഇനിയിപ്പോ ഇവരുടെ ബന്ധം എങ്ങനെയായി തീരും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിരുന്നു മൊത്തം അനിയുടെയും നമ്മുടെ നന്ദുവിന്റെ റൊമാൻസ് സീൻ തന്നെയായിരുന്നു. അല്ലാതെ വേറെ സ്പെഷ്യൽ ആയിട്ടൊരു സീനൊന്നും ഇന്നില്ലായിരുന്നു. ഏതായാലും കണ്ടുപിടിച്ചു. പിന്നെ ഒരു സ്പെഷ്യൽ സീൻ എന്ന് പറഞ്ഞത് നമ്മുടെ നന്ദു അനിക്കിട്ടൊരെണ്ണം പൊട്ടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും അതുപോലെ തന്നെ നല്ലൊരു മോർണിംഗും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ നേരത്തെ ലൈക്ക് അടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഒന്ന് ലൈക്ക് കൂടി അടിച്ചിട്ട് പോണേ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.